ഹേ ഗായ്സ്, ആ കിടക്കുന്നവനെ കണ്ടോ? കിടക്കുന്ന കുടുംബാലോടെ ഞാൻ പറയട്ടെ ലിജി. ഓ മൈ ഗോഡ്. ഹേ ഗായ്സ്, നിങ്ങൾ അവനെ കാണുന്നുണ്ടോ? അവൻ സൂചി തയ്ക്കുന്ന സൂചി തിന്നു ഗൈസ്. അവൻ തയ്ക്കുന്ന സൂചി തിന്നു ഗൈസ്. ഞാൻ അവിടെ തയ്ക്കാൻ വെച്ച സൂചിയായിരുന്നു ഗൈസ്. അവന് വേറൊന്നും കഴിക്കാൻ കിട്ടാഞ്ഞിട്ട് അവനത് എടുത്ത് തിന്നു ഗൈസ്. പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഇപ്പം കാണിക്കുന്നില്ല. ഈ സിംറ്റംസ് ഒക്കെയാണ് ഗൈസ് ഇപ്പം കാണിക്കുന്നത്. അവൻ എപ്പോഴും ഉള്ള ഒരു സിംറ്റം ആണ്. ഇനി ഇത് എങ്ങനെ പുറത്തെടുക്കും അറിയത്തില്ല ഗൈസ്. അവൻ അപ്പിടുന്നത് നോക്കി ഇരിക്കുകയാണ് ഗൈസ് ഞങ്ങൾ രണ്ടുപേരും. പെട്ടെന്ന് അപ്പി വരണേ കർത്താവേ. കിട്ടി ഗൈസ്, കിട്ടി. ഇതാണ് അവൻ തിന്ന സൂചി. ഇതെങ്ങനെയാണ് അവൻ തിന്നെന്ന് മനസ്സിലാകുന്നില്ല ഗൈസ്. ഇതെങ്ങനെ അവന്റെ വയറ്റിൽ കൂടെ ഒരു മുറിവ് ഒക്കെ അകത്ത് എന്നൊന്നും മനസ്സിലാകുന്നില്ല ഗൈസ്. പക്ഷെ എന്തായാലും കിട്ടി, നൂലോടെ കിട്ടി. കണ്ടോ, ഇതാണ് നൂല്. അതോടെ കിട്ടി. ഞാൻ കാണിച്ചു തരാം. ഷിറ്റ്, ഫുൾ അപ്പിയാണ് ഗൈസ്, ഫുൾ അപ്പിയാണ്. ഇത് സൂചി അവന്റെ അപ്പിയാണ്. ഇനി കൈ കഴുകണം ഗൈസ്. നോക്കൂ ഗൈസ്. അപ്പം നിങ്ങളുടെ പൂച്ച ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുമോ, നിങ്ങളത് കാണുകയോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാൻ നോക്കുക. അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പൂച്ച എന്തെങ്കിലും സിംറ്റംസ് കാണിക്കുന്നുണ്ടോ നോക്കുക. അതായത് ഈ ഹൈഡ് ചെയ്യുക, പിന്നെ വോമിറ്റ് ചെയ്യുക, ചിലപ്പോൾ ലോസ് ഓഫ് അപ്പിറ്റേറ്റ് ഉണ്ടാവും, പിന്നെ ഹിക്കപ്സ് ഉണ്ടാവും. ചിലവർക്ക് കോൺസ്റ്റിപ്പേഷൻ ആയപ്പോൾ ചിലപ്പോൾ അപ്പി എടുത്തില്ല, ചിലപ്പോൾ അത് ഒബ്സ്ട്രക്റ്റഡ് ആവുന്നതുകൊണ്ട് ചിലപ്പോൾ അപ്പി എടുത്തില്ല. അപ്പം നമ്മൾ ഇതെല്ലാം ഒന്ന് വാച്ച് ചെയ്യുക. ഇനി സിംറ്റംസ് ഒന്നും കാണിക്കാത്തവരാണെങ്കിൽ ചിലപ്പം 10 to 24 hours സ്റ്റൂള് പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വരും. അതാണ് നമ്മുടെ അവന് സംഭവിച്ചത്. അവൻ സ്റ്റൂള് പാസ് ചെയ്തപ്പോൾ നമുക്കത് കിട്ടി. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒബ്സർവ് ചെയ്യണം കേട്ടോ. കാരണം ഇങ്ങനെ പാസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സർജറി ഒക്കെ ചെയ്യേണ്ടി വരും. ഈ എക്സ്പ്ലോറേറ്ററി ലാപ്രോട്ടമി ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക ഗൈസ്. നിങ്ങൾ ഇങ്ങനത്തെ ഉള്ളവൻ്റെ അടുത്ത് നിന്നൊക്കെ ഇതൊക്കെ മാറ്റി വെക്കണം കേട്ടോ. അപ്പം ഞങ്ങൾ ഇനി സൂക്ഷിക്കാൻ പോകുന്നത് ഇതൊക്കെ ഞങ്ങൾ ഒളിപ്പിച്ച് വെക്കാൻ പോവാണ്. അല്ലെങ്കിൽ ഇവൻ ഇതെല്ലാം എടുത്തിന് കൊള്ളവാക്കും. പിടിച്ചിരിക്കുകയാണ് ഇതുണ്ടോ, എന്ത് വായിക്കിട്ടില്ല ഉടനെ എടുത്ത് വായിലാകത്താം. ഇത് കണ്ടോ, വായിക്കാത്തിരിക്കുന്നതാണ്. എടാ, നിനക്ക് എന്താണ് പറയാനുള്ളത്? നിനക്ക് എന്താണ് മൈക്കിലേക്ക് പറയാനുള്ളത്? എടാ, അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ. വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സൂക്ഷിക്കില്ല. അപ്പോൾ നമുക്ക് ഓക്കെ ബൈ, ടാറ്റ ബൈ.